ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെ സ്കിൽഡ് അസിസ്റ്റൻറ്റിൻ്റെ 2015 നടന്ന PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ്, അതായത് സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്തതിന് എന്താണെന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ബി PN ജംഗ്ഷൻ, സി എന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഡി സെമി കണ്ടക്ടർ. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ചേർത്തതായിരിക്കും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കടന്നുമല്ല, ഒരു സെമി കണ്ടക്ടറിൽ N ടൈപ്പും P ടൈപ്പും മെറ്റീരിയൽ, അതായത് 3ാം ഗ്രൂപ്പിലെ 5ാം ഗ്രൂപ്പിലെ മൂലങ്ങൾ ഏതെങ്കിലും ഇതേപോലെ ഡോപ്പിയം കിട്ടുന്ന ജംഗ്ഷനാണ് PN ജംഗ്ഷൻ. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് 4th ഗ്രൂപ്പിലെ മൂലകങ്ങളെല്ലാം സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ എ ഓം ആണ്. അപ്പോൾ മോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതായത് ഓമിനെ നമ്മൾ തിരിച്ചു ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റാണ് മോ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് വോൾട്ട്, വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. ഡി എന്ന് പറയുന്നത് ആംബിയർ, ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ യൂണിറ്റാണ്. അപ്പം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഇപ്പോൾ രണ്ടിൻ്റെ ആൻസർ എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസ് വോൾട്ടേജ് ലെവൽ ഈസ് ടേംഡ് ആസ്. വോൾട്ടേജ് ലെവൽ കൂട്ടുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? അങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ. ഈ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന് അനുമതികമായിട്ട് കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യും. പക്ഷേ പവർ കൂട്ടുവാനോ കുറയ്ക്കാനോ നമുക്ക് ട്രാൻസ്ഫോമറിനെ കൊണ്ട് കഴിയില്ല. വോൾട്ടേജ് ലെവൽ കൂട്ടുന്നതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും, വോൾട്ടേജ് ലെവൽ കുറയ്ക്കുന്നതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും, വോൾട്ടേജ് ലെവലിൽ മാറ്റമില്ലാതെ പ്രൈമറി കൊടുക്കുന്നതിന് സെക്കൻഡറിയിൽ കിട്ടുന്നതിന് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയും. എന്നാൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ലെവലിൽ വേരി ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതിനാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വോൾട്ടേജ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഡാഷ് ടൈപ്പ് ഡാമ്പിംഗ് ഈസ് യൂസ്ഡ്. നമുക്ക് പഴയ എനർജി മീറ്റർ കണ്ടിട്ടുണ്ടോ? ഒരു ഡിസ്ക് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് വരുന്ന എല്ലാ മീറ്ററിലും ഡാമ്പിങ് ടോർക്കായിട്ട് ഉപയോഗിക്കുന്ന എഡി കറണ്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത് എനർജി നമ്മൾ മീറ്റേഴ്സ് പഠിക്കുമ്പോൾ 3 ഇത് പഠിക്കാറുണ്ട്. കൺട്രോളിങ് ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിങ് ടോർക്ക്, ഡാമ്പിങ് ടോർക്ക്. ഡിഫ്ലക്റ്റ് ചെയ്ത് റീഡ് ചെയ്ത് തുടങ്ങാൻ കിട്ടുന്നതാണ് ഡിഫ്ലക്ഷൻ ടോർക്ക്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുത്തുന്ന കൺട്രോളിങ് ടോർക്ക്. ഈ ഡിഫ്ലക്ഷനും കൺട്രോളും വരുമ്പോൾ ഒരു ഓസിലേഷൻ വരും, അതിനെ ഒഴിവാക്കാൻ വേണ്ടി സ്റ്റഡി ആക്കാനുള്ളതാണ് ഡാമ്പിംഗ് ടോർക്കിൻ്റെ. ആൻസർ എ ആണ്. ബി. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ ക്യാൻ ബി റിട്ടൺ ആസ് ആൻ ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. താഴെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഏതാണ് ശരിയെന്ന്. ഓപ്ഷൻ എ ആണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എ എന്ന് പറയുന്നത് N1/N2 = I2/I1. 6. ഡ്യുവൽ സ്റ്റാർട്ടർ ഡു നോട്ട് റെഡ്യൂസ് ഡാഷ്. ഡ്യുവൽ സ്റ്റാർട്ടർ എന്താണ് കുറയ്ക്കാത്തത്? സ്റ്റാർട്ടറെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയാണ്. DOL എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. അതായത് ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ സ്വിച്ച് ഇടും പോലെ. അത് എന്താണ് കുറയ്ക്കാത്തത്? എന്നാ ആൻസർ സി ആണ്. സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാം. അതിനർത്ഥം ബാക്കിയുള്ള സ്റ്റാർട്ടേഴ്സ് എല്ലാം സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കത്തില്ല. ഇതിൽ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. അത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇൻ 3-phase സപ്ലൈ സിസ്റ്റം മോട്ടോഴ്സ് സിംഗിൾ ഫേസിങ് ടേംസ് മീൻസ്. അതായത് മോട്ടോർ സിംഗിൾ ഫേസ് ഉണ്ട്, 3 phase ഉണ്ട്. നമ്മുടെ വീട്ടിൽ സപ്ലൈ സിംഗിൾ ഫേസും 3 phase ഉള്ള സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുണ്ട്, 3 phase വർക്ക് ചെയ്യുന്ന മോട്ടോറും ഉണ്ട്. അതിൽ 3-phase മോട്ടോർ, 3-phase സപ്ലൈ സിസ്റ്റം മോട്ടോർ സിംഗിൾ ഫേസിങ് എന്ന ടേം ഉപയോഗിക്കുന്നത്. അതായത് സിംഗിൾ ഫേസിങ്, ഒരു ഫേസില്ല എന്നുള്ള അഡ്വാൻറ്റേജസ്. അത് ഡ്യുവൽ സ്റ്റാർട്ടർ ഫോൾട്ട്. അപ്പോൾ സപ്ലൈ പോയ ഫോൾട്ടാണ്. അപ്പം ഏഴാമത്തെ ആൻസർ ഡി ആണ്. 8. ഫോർ ഹോൾഡിംഗ് ഒബ്ജക്ട്സ്, കട്ടിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് വയേഴ്സ് വിച്ച് ടൂൾ ഉപയോഗിക്കും.
യൂസ്ഡ്. ഹോൾഡ് ചെയ്ത് പിടിക്കാനും കട്ട് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ മൂന്നും ചെയ്യാൻ പറ്റുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. 3 കോമ്പിനേഷൻ ചേർന്നാണ് കോമ്പിനേഷൻ പ്ലെയർ എന്ന് പറയുന്നത്. നോസ് പ്ലെയറിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിപ്പറും അതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാനേ പറ്റുള്ളൂ, ബാക്കി കട്ടിങ് ഒന്നും പറ്റത്തില്ല. അടുത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ബാറ്ററി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ് റെസിസ്റ്റർ, കെമിക്കൽ സെൽ, ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ഒന്നിലധികം സെല്ലുകൾ ചേർന്നതിനാണ് ബാറ്ററി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് പറയും ക്ലോക്കിലെ ബാറ്ററി എന്ന് പറയുന്നത് തെറ്റാണ്. ക്ലോക്കിലെ സെല്ലാണ്. എന്നാൽ നമ്മളെ വണ്ടികളിലുള്ള കാറിലും ബൈക്കിലും എല്ലാം വരുന്നതാണ്, എമർജൻസി ലാമ്പിലൊക്കെ വരുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഒന്നിലധികം സെല്ല് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 10ാമത്തെ. ഇൻ എർത്തിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എർത്ത് ഇലക്ട്രോഡ്. എർത്തിങ്ങിനെ എർത്ത് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ പൈപ്പ്, പോർസിലൈൻ ഡിസ്ക്, എഗ് ഇൻസുലേറ്റർ, ക്രോസ് ആം. എർത്തിങ് എന്ന് നമുക്കറിയാം, നമ്മളെ ഉപകരണത്തിൻ്റെ ബോഡിയെ നമ്മൾ ഭൂമിയായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫോൾട്ട് കറണ്ട് ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും അത്? മെറ്റലായിരിക്കണം. പോർസിലൈനൊന്നും ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസുലേറ്ററാണ്. പോർസിലൈൻ ഡിസ്ക് ഉപയോഗിക്കുന്നത്, എഗ് ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നത്, ക്രോസാമൊക്കെ നമുക്ക് പോസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. പോർസിലൈൻ ഇൻസുലേറ്റർ നമ്മൾ കണ്ടക്ടർ ഹോൾഡ് ചെയ്ത് പോകുന്നതായിരിക്കും. എഗ് ഇൻസുലേറ്റർ സ്ട്രേ വയറിൽ ഉപയോഗിക്കുന്നത്. ക്രോസാമെന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ ക്രോസ് ചെയ്ത് വച്ചേക്കുന്ന ഒരു മെറ്റൽ പോർട്ട് ഉണ്ടാവും. 10ൻ്റെ ആൻസർ മെറ്റൽ പൈപ്പാണ് ആൻസർ. 11. എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഈസ് ടേംഡ് ആസ്. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെ എന്താണെന്ന് പറയുന്നത്? നമുക്കെല്ലാം അറിയുന്നതാണ്, മോട്ടറാണ് ആൻസർ. അപ്പം ജനറേറ്റർ എന്താണ്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന സാധനമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡിവൈസാണ് ബാറ്ററിയുടെ, അതാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കുകയോ അല്ല തിരിച്ച് ഡി സി എ സി ഒക്കെ ആക്കുന്നതിനെയാണ് കൺവേർട്ടർ എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഡസ് നോട്ട് ഫോളോസ് ഓംസ് ലോ. ഓംസ് ലോ ഫോളോ ചെയ്യാത്ത, ഓംസ് ലോ നമുക്കറിയാം, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റായ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് വോൾട്ടേജിന് ആനുപാതികമായിരിക്കുന്നു. I=V/R. അപ്പം I=V/R. സി ശരിയാണ്. ആറിനെ ക്രോസ് ചെയ്ത് വിളിക്കുമ്പോൾ V=I/R. അത് ശരിയാണ്. തിരിച്ച് ക്രോസ് ചെയ്യുമ്പോൾ R=V/I. അപ്പോൾ എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ ഇത് തെറ്റായത് ഡി ആണ് ആൻസർ. അപ്പോൾ സിങ്കർണസ് മോട്ടോർ റൺസ് അറ്റ് ഡാഷ്. സിങ്കർണസ് മോട്ടോർ എന്തിലാണ് റൺ ചെയ്യുന്നത്? ഹൈ സ്പീഡ്, ബിലോ സിങ്കർണസ് സ്പീഡ്, എബോ സിങ്കർണസ് സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ്. സിങ്കർണസ് സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത്. അടുത്ത് 14. In 2 watt meter method, power measurement phase angle is above 60 degree, then total power is. അതായത് പവർ മെഷർമെൻറ്റ് 3 ഫേസിൽ 2 watt meter മെത്തേഡ് എന്നങ്ങനെ മെത്തേഡുണ്ട്. അതിൽ ഫേസ് ആംഗിൾ 60 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ടോട്ടൽ പവർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്നാൽ ആൻസർ ഡി ആണ്. അതായത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു റീഡിങ് വലിയ റീഡിങ്ങും ആയിരിക്കും, ഒന്നൊരു ചെറിയ റീഡിങ് ആയിരിക്കും. W2 - W1 ആണ് ആൻസർ. 15. ടോട്ടൽ പവർ ഇൻ 3 phase സർക്യൂട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ്. ഒരു 3 phase സർക്യൂട്ടിലെ ടോട്ടൽ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3 VL/IL cos φ ആണ്. √3 VL/IL cos φ. 16. An instrument which is used to test insulation resistance. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ ആൻസർ മെഗറാണ്. ബി ആണ് ആൻസർ. അപ്പോൾ
PF മീറ്റർ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ മെഷർമെൻറ്റ് ചെയ്യുന്ന. വോൾട്ട്മീറ്റർ വോൾട്ടേജ് മെഷർമെൻറ്റ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് നമ്മളെ ബാറ്ററിയിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഒഴിക്കും അല്ലേ, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന സാധനം. അത് 17. പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ എ വോൾട്ടേജ് സെല്ല്. വോൾട്ടേജ് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ബി ആണ്, കോപ്പറാണ് വോൾട്ടേജ് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ്. അത് 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഫിലമെൻറ്റ് ഇൻ മെറ്റൽ ഫിലമെൻറ്റ് ലാമ്പ്. മെറ്റൽ ഫിലമെൻറ്റ് ലാമ്പിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ സി ആണ്, ടങ്സ്റ്റൺ ആണ്. എന്നാൽ നമ്മൾ ഹീറ്ററിൽ എന്തായി ഹീറ്റിംഗ് ഓയിലിട്ട് ഉപയോഗിക്കുന്നത്? നിക്രോമാണ്. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഡ്രോപ്പ് വന്നിട്ട് അത് ആദ്യം എന്താക്കുന്നത്? ഹീറ്റാവും. അതിനേക്കാളും ഉയർന്ന ടെമ്പറേച്ചർ ആകുമ്പോഴാണ് അത് ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിക്രോമിനേക്കാളും മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതൽ ടങ്സ്റ്റൺ ആയിരിക്കും. നമ്മുടെ ബൾബിൽ നിക്രോം ഇട്ടാൽ ലൈറ്റ് ഉണ്ടാവില്ല, അതിന് മുമ്പ് അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ സി ആണ്. നെക്സ്റ്റ് 19. പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വി റിക്വയർ ദ ഫോളോയിങ് ഫോർ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ചില വൈദ്യുത നിലയമാണ്. അതിൽ എന്ത് എനർജിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? എന്തായിരിക്കും? ബി ആണ് ആൻസർ, വാട്ടർ. അടുത്ത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ട്രിക് മിക്സി ഡാഷ് ടൈപ്പ് മോട്ടർ ഈസ് യൂസ്ഡ്. മിക്സിയിൽ ഉപയോഗിക്കുന്നതെല്ലാം യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയും. അതായത് AC-യിലും DC-യിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. അത് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് അതൊരു സീരീസ് മോട്ടറാണ്. എന്നാൽ AC-യിലും DC-യിലും ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയും. അടുത്ത് 21. ഇൻ മോട്ടോ സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇത് അറിയാമെന്നുള്ളവർക്ക് ഇത് കിട്ടും. മോട്ടോറിൽ സ്റ്റാർട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടി. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പം DL സ്റ്റാർട്ടിന് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കില്ല, ബാക്കി എല്ലാത്തിനും സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാൻ പറ്റും. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഇലക്ട്രിക് ഹീറ്റർ ദ ഹീറ്റിംഗ് ഓയിൽ ഈസ് ജനറൽ മെയ്ഡ് ഓഫ്. ഇലക്ട്രിക് ഹീറ്ററിൽ ഹീറ്റിംഗ് ഓയിൽ എന്താണ്? നേരത്തെ പറഞ്ഞായിരുന്നു, ഹീറ്ററിലെല്ലാം നിക്രോമാണ്. 23. A diode can be used to convert alternating current into. ഡയോഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്തായിട്ട് ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് AC DC ആക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡയോഡ് എന്ന് പറയുന്നത്. അടുത്ത 24. ACSR കണ്ടക്ടർ ആർ യൂസ്ഡ് ഇൻ. ACSR കണ്ടക്ടർ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അതായത് നമ്മൾ പോസ്റ്റിലൂടെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന കമ്പി ഉണ്ട് കേട്ടോ, അലുമിനിയമാണ്. പക്ഷേ അലുമിനിയം മാത്രമാകുമ്പോൾ പൊട്ടി വീഴും അല്ലേ, മെക്കാനിക് സ്ട്രെങ്ത് കുറവാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പിയും കൂടെ ഇട്ടേക്കുക. അതിനാണ് ACSR എന്ന് പറയുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഓവർ ഹെഡ് ലൈനിലാണ് ACSR കണ്ടക്ടർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25ാമത്തതാണ്. ലാഗിങ് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ടേംഡ് അസ്. അത് നമ്മൾ BH കർവ് എന്നൊരു സംഭവമുണ്ട്. അതായത് മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ വയ്ക്കുന്ന ഒരു കർവാണ്. ഇതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി ലാഗ് ചെയ്യുന്നത്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹിസ്റ്ററീസിസ് ആണ്. A ആണ് ആൻസർ. 26. In India, supply voltage single phase system is about. സിംഗിൾ ഫേസ് സിസ്റ്റം, അതായത് നമ്മൾ വീട്ടിൽ വന്ന സിംഗിൾ ഫേസിൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? ഇന്ത്യയിൽ 230. ഇനി ഇന്ത്യ എന്ന് പറയാൻ കാരണം ഒരു രാജ്യങ്ങൾ 110 വോൾട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ 110 പോയിട്ട് ബാക്കി 3 ഇന്ത്യയിലുള്ളതാണ്. സിംഗിൾ ഫേസിൽ 230, 3 ഫേസിൽ 440, ട്രാൻസ്ഫോമറിലേക്ക് HT അത് 11 kV ആണ്.